ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനും വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു മാങ്ങ ഒക്കെ നല്ല രീതിക്ക് ഉടഞ്ഞു വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ആ ഒരു എരിവൊക്കെ ആ ഒരു മാങ്ങയിലേക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇറങ്ങി കിട്ടും. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്. നമ്മളിവിടെ ചെറിയ ജീരകമാണ് എടുക്കുന്നത്. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൈരൊക്കെ ഒഴിച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വറവിട്ടെടുക്കാം. ഇനി വറവിട്ടത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.